അപ്പോ മാർക്കോ ഉണ്ണിമൂന്തൻ നായകനായിട്ട് ഹനീഫ് അദേനിയുടെ കഴിഞ്ഞ വീഡിയോയിൽ തെറ്റ് പറഞ്ഞു. ഹനീഫ് അദേനിയുടെ നാലാമത്തെ പടം. എബ്രാഹിമിന്റെ സന്തതികൾ, മികായല്, രാമേന്ദ്ര പോസാൻകോ, മാർക്കോ. നാലാമത്തെ പടം. അപ്പോ നാലാമത്തെ പടം. അതിന്റെ ഇടയ്ക്ക് എബ്രാഹിമിന്റെ സന്തതികളൊക്കെ എഴുതി അത് വിട്. അപ്പോ മാർക്കോയെ പറ്റി പറയാണ് ഇപ്പൊ ഇവിടെ വന്നേക്കുന്നത്. മാർക്കോ ഒരു കംപ്ലീറ്റ് ഫാമിലി പടമാണ്. ഏത് ഫാമിലി? മാർക്കോയുടെ ഫാമിലി ആയിട്ട് പോയി കാണുന്നത്. മാർക്കോയുടെ ഫാമിലിയുടെ പടമാണ്. ഉരുകി പോകും. പ്രഗ്നന്റ് ലേഡീസ്, കുളന്തകൾ ഇന്ന് പടം പാക്കാതിങ്ക. കാരണം നമ്മള് നേരത്തെ എ സർട്ടിഫിക്കറ്റ് ഉള്ള പടങ്ങളൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അതിന് 18 വയസ്സിന് താഴെ കയറുന്ന കുഴപ്പമില്ല. ഇപ്പം തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് ഞാൻ സംസാരിച്ചതിനെ പറ്റി. കാരണം അതിന് പിള്ളേർ കയറുന്നതിന് എന്ത് കൊച്ചുങ്ങളൊക്കെ പോയപ്പോ തന്നെ 18 വയസ്സിന് താഴെയുള്ള പിള്ളേരൊക്കെ അങ്ങനെ ചോദിക്കുന്നത്. മനക്കെട്ടില്ലാത്തവര് കാണാൻ പോകും. ഇതിനകത്ത് ഏജിന്റെ കാര്യം ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ തന്നെ കണ്ണ് കുത്തിപ്പോന്ന പല സീനുണ്ട്. താങ്കൾ കുത്തി, ഞാൻ കുത്തിയിട്ടില്ല. അപ്പൊ അതായത് ഇത് ഒരു ഫുള്ളി നിങ്ങൾ മാർക്കോയ്ക്ക് ഇവർ എങ്ങനെയാണോ പ്രൊമോഷൻ കൊടുത്തത് പക്ക അതുപോലൊരു പടമാണ്. അതിനകത്ത് ഒരിട അങ്ങോട്ടോ ഒരിട ഇങ്ങോട്ടോ ഇല്ല. എനിക്കൊരു ചെറിയൊരു ഇതായിട്ട് തോന്നിയത് നമ്മുടെ ജഗദീഷ് ചേട്ടൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് എന്നെ നിങ്ങൾ ഈ പടത്തിൽ വെറുക്കുമെന്നാണ്. ഞാൻ ആ പുള്ളിയെ വെറുക്കാൻ വേണ്ടി നോക്കിയിരുന്നു, പക്ഷെ പുള്ളി വെറുത്തില്ല. പുള്ളിക്ക് ഇനിയും വെറുപ്പിക്കായിരുന്നു. പുള്ളിയുടെ ക്യാരക്ടറിനെ വെറുപ്പിക്കായിരുന്നു, പക്ഷെ പുള്ളി വെറുപ്പിച്ചില്ല. അങ്ങനെ ഒരു ക്യാരക്ടർ അത്രയും വെറുക്കാൻ ജഗദീഷ് പുള്ളിക്ക് നമ്മൾ ഉദ്ദേശിച്ച ലെവല് ഉണ്ടോ ഇല്ലോ നിങ്ങൾ കണ്ടിട്ട് പറയാം. പക്ഷെ നമുക്ക് അത്ര ഫീൽ ചെയ്തില്ല. ആ ഒരു നെഗറ്റീവ് മാത്രമേ എനിക്ക് ഈ പടത്തിൽ പറയുള്ളൂ. പക്ഷെ പടം കംപ്ലീറ്റ് ആക്ഷൻ ഫിലിമാണ്. കംപ്ലീറ്റ് ആക്ഷൻ ഫിലിം. നിങ്ങളിത് വേറെ ഒന്നും എന്ന് വെച്ചാൽ പടം കഥ പ്രതീക്ഷിക്കരുത്. അതെ, ഞാൻ കണ്ടപ്പോ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് പടം ഒരു ഗ്രാഫ് പോയേക്കുന്നത് ഇവിടുന്ന് ഇങ്ങനല്ല. പടം തുടങ്ങിയപ്പോഴേ ആ പടത്തിന്റെ ഗ്രാഫ് ഇവിടുന്നായിരുന്നു പോയത്. ഇതിനകത്ത് ഉണ്ണിമൂന്നിന്റെ എൻട്രി വരാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ ആ ടൈം എടുക്കുന്നവരെയും ആ പടം വർത്താണ്. വയലൻസ് ബേസ് ആയാലും മേക്കിംഗ് ബേസ് ആയാലും അത് വർത്താണ്. പക്ഷെ അതിനകത്തോട്ട് ഉണ്ണിമൂന്നിനോട് ഇൻജക്ട് ചെയ്യുമ്പോ അത് പോകുന്ന ഒരു പോക്കുണ്ട്. പറയാന്ന് വെച്ചാല് ഓരോ സീനും അതേ രീതിയിലാണ്. നമുക്കൊരു ഇമ്പാക്ട് വരുന്ന രീതിയിലാണ്. കാര്യം ഇൻട്രോ സീൻ തന്നെ പറയാം. ഈ പറഞ്ഞ പോലെ തന്നെ ഇൻട്രോ സീൻ പറഞ്ഞോളൂ. എനിക്ക് വേറെ സാധനം പറയാനുണ്ട്. ഇതിപ്പം മെയിൻ ആയിട്ട് ഉണ്ണിമൂന്നിനെ കുറച്ച് ഹേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്. അപ്പൊ നമ്മളും വിചാരിച്ചിരുന്ന ഉണ്ണിമൂന്നിനെ കൊണ്ട് ഇത് പുൾ ഓഫ് ചെയ്യാൻ, ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ണിമൂന്നിന് ഒരു ഇൻട്രോ സീൻ ഉണ്ട്. ആ ഇൻട്രോ സീനി ഉണ്ണിമൂന്നിൽ പറയാതെ പറഞ്ഞേക്കുന്നുണ്ട്, ഞാനല്ലാതെ വേറെ ആരെയും കൊണ്ട് ഈ ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു. ആ ബോസാൻകോയുടെ ക്ഷീണം ഹനീഫ് അദാനി അതെന്തിനാണ് അത് കണ്ണുകെട്ട ഫിലിമോഗ്രഫിക്ക് അത്ര കണ്ണുകെട്ടായിരിക്കാൻ വേണ്ടി ഒരു മുന്തിരി വെക്കുന്ന കണക്ക് ഒരു ബോസാൻകോ എടുത്ത് വെച്ച് ഹനീഫ് അദാനി പണി വെച്ചിട്ടുണ്ട്. പടം കിട്ടില്ലം പടം എന്ന് പറഞ്ഞാൽ കിട്ടില്ലം പടം. എനിക്ക് ഈ ഇങ്ങനെ പോയിരുന്ന പടം, ഈ ഒരു ഹൈ ഗ്രാഫിൽ പോയിരുന്ന പടം ഇന്റർവെല്ലിന് കുറച്ച് മുമ്പൊന്ന് ഡൗൺ ആയെങ്കിലും പിന്നെ ക്ലൈമാക്സ് കൂടെ അടുക്കുമ്പോഴത്തേക്കും പിന്നെയും കേറി ഒരു ഹൈ. ഇന്റർവെല്ലിന് കുറച്ച് മുമ്പ് ഡൗൺ ആയിട്ടില്ല. ഇന്റർവെല്ലിൽ കഴിഞ്ഞിട്ട് അതെല്ലാ പടത്തിലും വരുന്നതാണ്. പക്ഷെ അവസാനത്തെ ഒരു 40 മിനിറ്റ് പണി വെച്ചേക്കുന്ന ഒരു പിന്നെ എനിക്ക് ഇടയ്ക്ക് തോന്നി ഇത് ഒരു മ്യൂസിക്കൽ ഡ്രാമയാണെന്ന് തോന്നി. പടത്തിന്റെ ത്രൂ ഔട്ട് ഒരു BGM ഇങ്ങനെ പടത്തിന്റെ കൂടെ ഇങ്ങനെ ഒഴുകി പോകണം. നമുക്കത് വലിയ രീതിയിൽ ഇല്ല. അത് രവി ബാസൂർ അറിഞ്ഞ് പണി വെച്ചേക്കും. അല്ല, പിന്നെ വേറെ കാര്യം പറയാൻ പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം വെച്ചാല് ഈ മിഖായൽ കണ്ടിട്ട് ഈ പടം പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് കമന്റ് ചെയ്യുക. ഞാൻ ഈ പടം കാണാൻ വേണ്ടി ഇന്നലെ ഒന്നുകൂടെ മിഖായിൽ കണ്ട് ഒരു കാര്യമില്ലായിരുന്നു. എന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ചുമ്മാ മിഖായിൽ 8 മിനിറ്റ് എക്സ്പ്ലനേഷൻ വീഡിയോ മിഖായിൽ കാണാൻ മിഖായിൽ വിട്ടുക, മിഖായിൽ മാറ്റി വെക്കുക. അല്ല, നമ്മൾ ഓരോ സീനും വിചാരിക്കും ഇതായിട്ട് അതുമായിട്ട് വല്ല ഉണ്ടോ എന്ന് വിചാരിക്കും നമ്മൾ. പടം കാണാത്തവര് ഷുവർ ആയിട്ടും ടിക്കറ്റ് എടുത്തോളൂ. വർത്താണ്. ഈ പറയുന്ന കണക്ക് വയലൻസിന്റെ കാര്യത്തിൽ ഒരു കുറച്ച് കഠിനമാണ് പടം. വേറെ അതായത് വയലൻസിന് കഠിനമെന്ന് പറയുന്നതേ നമ്മൾ ചില സമയത്തൊക്കെ ബ്ലഡ് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് ചില മിക്കവാറും സീനിൽ തോന്നും. പക്ഷെ അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ വയലൻസ് ആണോ എന്ന് തോന്നുന്ന സമയത്ത് ഹനീഫ് അതിന്റെ ഒരു സീൻ എടുത്ത് അങ്ങോട്ട് ഇട്ട് തരും. അല്ല, കാര്യത്തിൽ കാരണം അതിന്റെ കളർ ഗ്രേഡിങ് ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നിക്കാത്ത ആ ഒരു 15 മിനിറ്റ് സീന് ഹനീഫ് അതിനെ എടുത്ത് വെച്ചേക്കുന്നത്. ഇതിനകത്തൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പുള്ളി അഭിനയിക്കുന്നുണ്ട്. പുള്ളി കിട്ടലാണ് പുള്ളി ഈ പടം പുള്ളിയാണ് കഥ തുടങ്ങുമ്പോൾ പുള്ളിയാണ് ഇതിന്റെ മെയിൻ. പുള്ളിയും പിന്നെ മറ്റേ ഇൻസ്റ്റാഗ്രാമിലുള്ള പുള്ളിയും കൂടെ തുടങ്ങുന്ന ടൈമിൽ പുള്ളിയുടെ ഒരു സീൻ വരുന്നുണ്ട്. അപ്പൊ അത് കിട്ടുന്ന സീനാണ്. ഇത് ഫൈറ്റിലാണ് ഈ ഒരു സിനിമ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഒരു ഫൈറ്റ് കാണിക്കുന്നുണ്ട്. ആ ഫൈറ്റ് എന്ന് പറയുന്നത് ഹൈ സാധനമാണ്. ആ ഫൈറ്റിലാണ് പടം ഇങ്ങനെ മുമ്പോട്ട് പോണത്. പിന്നെ ക്യാമറ
ഇത് കംപ്ലീറ്റ് ഒരു ഹോളിവുഡ് മൂഡിലാണ് എനിക്ക് പേഴ്സണലി Making. പടം തോന്നുന്നത്. സിംഗിൾ ഷോട്ട് ഫൈറ്റ് ഒക്കെ ഉണ്ട്. ഇന്റർവെല് കഴിഞ്ഞത് സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഫൈറ്റ് ഫൈറ്റ് ഒക്കെ ഒരു 10-15 മിനിറ്റോളം ഒറ്റ സിംഗിൾ ടേക്ക്. പിന്നെ നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഒരു ചെസ്റ്റ് മൗണ്ട് ചെയ്ത ക്യാമറയിൽ ഒരു ഫൈറ്റ് ഉണ്ട്. സ്റ്റെപ്പ് കയറി പോകുന്നതാണ്. ഒരു 10-15 മിനിറ്റോളം ഒറ്റ ഷോട്ടിലാ പോകുന്നത്. എനിക്ക് ഉണ്ണിമൂന്നിനെ കാണുമ്പോഴേ പടം വറുത്താണ്. ആ സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോ ഇത്ര മാസപ്പിൽ ഉണ്ണിമൂന്നിൽ ഉണ്ടെന്നുള്ളത്. പുള്ളി മറ്റേ ഇന്റർവ്യൂവിൽ പറഞ്ഞ തന്നെ പുള്ളിയും ഈ ക്ഷീണം തീർത്തിട്ടുണ്ട് ഈ പടം. സീരിയസ്ലി സ്പീക്കിംഗ്, ഞാൻ അങ്ങനെ ഒരാളുടെ ഫാൻ ആവുന്നില്ല. ഞാൻ ഉണ്ണിമൂന്നിന്റെ ഫാനായി. കാരണം ഇതുപോലുള്ള പടങ്ങൾ ഇൻഡസ്ട്രി വരണം. ഈ ഇടയ്ക്കൊക്കെ ഓരോ തമിഴിലും തെങ്ങി ഓരോ പടം ഇറങ്ങുമ്പോൾ ഓരോ റിവ്യൂസിനും ചോദിക്കും എപ്പോഴാണ് ഇതുപോലൊരു പടം നമ്മുടെ നാട്ടിൽ വരുന്നത്. KGF ജയിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതെന്തായാലും ജയിപ്പിച്ചിട്ടുണ്ട്. കാരണം നല്ല രീതിയിൽ ഇവിടെ നിന്നല്ല പുറത്തെവിടെ. കാരണം ഇത് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ പ്രകൃതി പച്ചവും മാത്രമേ അറിയിക്കുന്നുള്ളൂ വിചാരിക്കുക. അതൊക്കെ ഇനിയും അല്ല അങ്ങനെയാണെങ്കിൽ കണ്ട ഒരു റീമേക്ക് കൂടെ ഇറക്കത്തില്ലെന്ന് വിചാരിച്ചോളൂ. ഇപ്പം റീസെന്റ് മെയ്യഴകൻ വരെ ജയിപ്പിച്ചു വിട്ട് തമിഴന്മാര് വരെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു ഓഡിയൻസ് ആണ് നമുക്കുള്ളത്. അപ്പം അങ്ങനെയുള്ള ഓഡിയൻസ് തീർച്ചയായും ഈ ഒരു പടം വിജയിപ്പിക്കണം എന്നാണ് എന്റെ ഒരു ഇത്. അത്രയും കിടിലം പടമാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇതിനു വേണ്ടി അവരെടുത്തേക്കുന്ന എഫേർട്ട് ഒരുപാട് ഡീഗ്രേഡിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നില്ലേ? ഡീഗ്രേഡിംഗ് വരും. ഇതിന് മുമ്പ് ഉണ്ണിമൂന്നിന് കുറച്ച് ഹേറ്റേഴ്സും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ കോളിന്റെ കാര്യങ്ങളുടെ ഒക്കെ വിഷയം വയലൻസ് തന്നെ. അതുകൊണ്ട് തന്നെയാണ് കൂടുതലും വരുന്നത്. ഈ സ്ത്രീകളെ ആക്രമിക്കുന്ന സീൻസ്, കുട്ടികളെ ആക്രമിക്കുന്ന സീൻ, അങ്ങനെയൊക്കെ ഒരു അങ്ങനെ കുറെ സീനുണ്ട്. പറയാൻ പറ്റാത്ത കുറെ സീനുണ്ട്. കണ്ണ് തെള്ളിപ്പോകുന്ന കുറെ സീൻസ്. രവി ബസ്റൂർ ആയിരുന്നു മ്യൂസിക്. KGF മ്യൂസിക് ഡയറക്ടറാണ് പുള്ളി. ഒരുപാട് കഷ്ടപ്പെട്ട് KGF വന്ന എല്ലാവർക്കും അറിയുന്നവർക്ക് അറിയായിരിക്കും. പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ട് KGF മ്യൂസിക് ആയിരുന്നു പുള്ളിയുടെ തുടക്കം. പുള്ളി ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന കിടിലം സാധനമാണ്. പുള്ളിയുടെ BGM ആണ് പടം ത്രൂ ഔട്ട് കൊണ്ടുപോകുന്നത്. ഉണ്ണി മുകുന്ദന്റെ സ്വാഗും പുള്ളിയുടെ എൻട്രിയും ഫൈറ്റും എല്ലാം കൊണ്ടുപോകുന്നത് പുള്ളിയുടെ BGM ആണ്. പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി പണി വെച്ചിട്ടുണ്ട്. അത്യാവശ്യമല്ല, നല്ല രീതിക്ക് ആ പടം ഡിമാൻഡ് ചെയ്യുന്ന രീതിക്ക് പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ ആ ഒരു സീൻ വന്ന് നിൽക്കുമ്പം പുള്ളി ഗിത്താറിൽ കാണിക്കുന്ന ഞാൻ ഇടയ്ക്ക് മറ്റേ ഉണ്ണിമൂന്നിന്റെ എൻട്രി കുറച്ച് സമയം എടുക്കുന്നു പറഞ്ഞു. ഉണ്ണിമൂന്നിന്റെ എൻട്രിക്ക് മുമ്പ് ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞ സാധനമുണ്ട്. ഇതിനകത്ത് വില്ലന്മാരുടെ കുറച്ച് പ്രസന്റ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, വില്ലന്മാർ ഈ ലെവലിലാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്, ഉണ്ണിമൂന്നിന് ഏത് ലെവലിലാണ്? അല്ല അങ്ങനെ പറയാമെങ്കിൽ എനിക്ക് ആക്ച്വലി തുടങ്ങിയ മൂവി സ്റ്റാർട്ട് ചെയ്ത കുറച്ച് സമയത്ത് ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇത് ആക്ച്വലി ഇത് ആരെ കൊണ്ടുപോകുന്ന, ആരുടെ ഫാമിലിയെ മാർക്കോടെ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് ആർക്കും ഉണ്ടായിരുന്നു, പക്ഷെ എന്നാ എനിക്കുണ്ടായിരുന്നു. മാർക്കോ വില്ലനാണോ നായകനാണോ കൺഫ്യൂഷൻ വരും. കാരണം നമുക്ക് അറിയത്തില്ല ഇവരുടെ പാസ്റ്റ് പറയുന്നുണ്ട്. ഇവരുടെ ഇതുമായിട്ട് ഇടയ്ക്ക് മിക്കായിൽ കണക്ട് ചെയ്തപ്പോ എനിക്ക് ചിരി വന്നു. കാരണം ഇത്രയും കിടല ആൾക്കാരല്ലേ എല്ലാം വന്ന് ഗോളി വന്ന് കെട്ടിത്തന്നെ. പക്ഷെ പറയാൻ കാര്യമുണ്ട്. അല്ല മിക്കായില് ലിങ്ക് ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ പാട്ടും പാടി മരണം ക്യാരക്ടർ എടുത്തല്ല, ക്യാരക്ടറിന്റെ സ്വഭാവങ്ങളെല്ലാം അതിനകത്ത് കാണും. ക്യാരക്ടർ എടുത്താൽ മതി. കാരണം പടമായിട്ട് ലിങ്ക് ചെയ്ത് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരാളുണ്ട്. ഇപ്പോഴത്തെ നായകൻ വെറും പൊട്ടനായി പോകും. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. മാർക്കോയായിട്ട് സിദ്ദിഖിന്റെ ഫൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അയ്യോ സിദ്ദിഖ് ഇങ്ങനെ മാർക്കോ എന്ന് പറയുന്ന ക്യാരക്ടർ, ഈ ഒരു ക്യാരക്ടറിന് ഈ പടത്തിൽ, അതായത് മാർക്കോ പടത്തിൽ വന്ന വില്ലൻ അയാളെ കൊന്നു, തലകറത്ത് കൊന്നു. അയാളെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിവിൻ പോളി ഭയങ്കരമായിട്ട് ബ്രൂട്ടൽ ആവേണ്ടിയിരിക്കുന്നു. നിവിൻ പോളി ഒന്നും ഫാമിലി മാനാണ്. പടം എന്ന് പറയുന്നത് ഫാമിലിയാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വേറെ ഒന്നും അല്ല. ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് പൈസ പോയാ പോയത്. ഇയാള് ഫാമിലിയായിട്ട് ഭയങ്കരമായിട്ട് ഒരു ഇതാണ്. പിന്നെ രോമം എനിക്ക് മെയിൻ ആയിട്ട് എടുത്ത് പറഞ്ഞാൽ എനിക്ക് ഹസ്കിയുടെ കാര്യം എടുത്ത് പറയണം. ഇതുവരെ അതായത് ഇതുവരെ പടം കാണാത്തവർ ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഇനി പടം കാണാം. ഇനി ഞങ്ങൾ കുറച്ച് ഇല്ല എനിക്ക് പറയണം. നിങ്ങൾ കുറച്ച് കാര്യം ബാക്കിയുള്ള ഇനി ഞങ്ങള് കുറച്ച് സ്പോയിലർ. ഉയ്യോ ആ കള്ളട വയറ്റിനേക്കിട്ട് ആ കൊച്ചിനെ വലിച്ചൊരു കൂടെ പന്നി പോവല്ലേ, എന്റെ കയ്യില് നിറച്ചു പോയി. എന്നിട്ട് ആ അമ്മച്ചിയുടെ അത് മാത്രമല്ല വായില് കത്തി കയറ്റി കത്തില്ല വയസ്സോ സീരിയസ് എന്നും പറഞ്ഞോണ്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കീറൽ. അത് കഴിഞ്ഞു. ഞാൻ ഇത് പടം കണ്ടവർക്ക് വേണ്ടിട്ട് ഇത് സ്പോയിലേഴ്സ് ആണ്. ഉണ്ണി മുകുന്ദൻ ചെന്നിട്ട് അവന്റെ ചങ്ക് കുത്തി കീറി പക്ഷെ എനിക്ക് ആകെപ്പാട് വിഷം വന്നിട്ട് ആ ഇറച്ചിട്ട് വരുന്നുണ്ടല്ലോ ഈ പടത്തില് ആദ്യം വന്നിട്ടുള്ള വില്ലന്മാര്
ആ നെഗറ്റീവ് ഷെയ്ഡിലുള്ള ആദ്യം വന്നിട്ടുള്ള ജഗദീഷിന്റെ ആ ഒരു ഗ്യാങ് എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര, അതായത് ഉണ്ണി മുകുന്ദനുമായിട്ട് ഒരു എന്താ കോമ്പറ്റീഷൻ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ആ ബച്ചർ, ആ ഇറച്ചിവെട്ടുകാരൻ, അവനല്ലേ അത്രയും കയറി ചെയ്ത് വെച്ചേക്കുന്നത്. അല്ല പക്ഷെ പുള്ളിയുടെ പേരെന്താ, പേരെഴുതില്ല, ടർബോക്കകത്തൊക്കെ ഉണ്ട്. പുള്ളി വന്നതിന് ശേഷം പുള്ളി ഒരു എതിരാളിയായിരുന്നു, പുള്ളി സീനായിരുന്നു. പുള്ളിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്വാഗ് കൊടുത്തിട്ടുണ്ട്. പുള്ളി വന്നതിന് ശേഷം പുള്ളിയെ കൊല്ലുന്നത്, അതായത് ഇത്രയും ക്രൂരത കാണിച്ചിട്ട് പുള്ളിയെ തലകർത്ത് പോകുന്നത് എനിക്ക് ഭയങ്കര വിഷമമായി പോയി. പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ ചെയ്യായിരുന്നു, അവനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാം. എനിക്ക് കാര്യം പറയണ്ടേ, ഇത് എന്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് ലൈറ്റ് അടക്കല്ലേ എന്ന് പറഞ്ഞ് വെച്ചിട്ട് ഒരു സാധനം വെച്ചിട്ട് ആ പാട്ട് മുഴുവൻ അവിടെ കേൾപ്പിച്ചിട്ട് എന്താണ് കാണിച്ചു ശുദ്ധ എന്താ പറയുക, ഒന്നെങ്കിൽ നിങ്ങൾ പാട്ട് കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യാം. ഞങ്ങൾ പാട്ട് വീട്ടിൽ വന്നത് കാണുള്ളൂ, പാട്ട് കാണിക്കാൻ വേണ്ടി യൂട്യൂബിൽ കാണും. കുറച്ച് ക്ലാരിറ്റി തരുന്ന രീതിക്ക് എന്തെങ്കിലും കാണിച്ചു പോയി. നമ്മളെന്താ ആക്ച്വലി നമ്മളെല്ലാരും ഓഡിയൻസ്, ആ തിയേറ്ററിൽ ഓഡിയൻസ് എല്ലാം വിചാരിച്ചെന്ന് വെച്ചാല് മിഖായലിന്റെ എന്തെങ്കിലും ഒരു ലിങ്ക് വരും, മിഖായലിന്റെ ഒരു BGM എങ്കിലും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. പക്ഷെ ആ കാർ വന്ന് നിന്നപ്പോ അതിനകത്ത് എന്തോ ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. പെട്ടെന്ന് ഞാൻ പോളീസ് ജൂനിയർ അങ്ങനെ എന്തോ വായിച്ചു. ആക്ച്വലി ഇത് സെക്കൻഡ് എന്നൊരു ലിങ്ക് നിർത്തിയേക്കാണ്. ഇല്ല നോക്കണ്ട, പടത്തിന്റെ സ്ഥിരമാണല്ലോ, അതിന് വലിയ നോക്കണ്ട, വന്നാ പറയാൻ വന്നു. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇപ്പം നിലവില് ഒരു കോളനി പരിപാടി ആയതുകൊണ്ട്, കോളനി എന്നുള്ള വാക്ക് ഞാൻ പറയുന്നില്ല, സോറി, ഒരു സ്ഥിരം പരിപാടി ആയതുകൊണ്ടും നാട്ടുകാർ കളിയാക്കുന്നതുകൊണ്ടും സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ ഫ്രഷ്നെസ് ആയിട്ട് തോന്നി. തന്നെ കാണിച്ച് ശുദ്ധ പോകത്തിലാണ് സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ അതൊരു എന്തുവാ, ആ ഒരു എൻഡ് നിർത്തിയേക്കുന്നത് ഒരു സീക്വൽ എന്നുള്ള രീതിയിലാണ് വെച്ചേക്കുന്നത്. കാരണം അത് കഴിയുന്നില്ല, കൊച്ചിന് ഇപ്പോഴും ആൾക്കാർ ഫോളോ ചെയ്തോണ്ടിരിക്കും. പടം വേണമെങ്കിൽ ഇനി ആൾക്കാരുടെ റെസ്പോൺസ് അനുസരിച്ച് ചിലപ്പോൾ അവര് അത് മുമ്പോട്ടുണ്ട് പോകുമായിരിക്കും. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇറക്കിയില്ലെങ്കിലും എനിക്ക് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണി മൂന്നിന് ഇതുപോലുള്ള പടങ്ങളൊക്കെ ചെയ്തു പോവുക. കാരണം പുള്ളിക്കാരന്റെ ഒരു ബോഡി ഷേപ്പ് വെച്ച് ചോദിച്ച പടം വീണ്ടും നമ്മൾ ആഗ്രഹിക്കുന്നു. അല്ല, മോളിവുഡിൽ ഇതുപോലെ ഒരു ക്ലൈമാക്സ് ഫൈറ്റിന്റെ ഒരു മേക്കിംഗ് ഉണ്ട്. അതൊക്കെ സ്പോയിലറിന് മുമ്പ് പറയണ താനേ ഇതൊക്കെ. ക്ലൈമാക്സ് ഫൈറ്റിന്റെ മേക്കിംഗ്, ക്ലൈമാക്സ് ഫൈറ്റിന്റെ മേക്കിംഗ് പിന്നെ ഹസ്കി വന്ന് അത്രയും പേര് ചുറ്റുന്ന ഒരു കൊരയുണ്ട്. ഇത് ലോമണിറ്റി. പിന്നെ പറയാന്ന് വെച്ചാല് ഇന്റർവൽ ഫൈറ്റ് ഇപ്പൊ ടീച്ചറിൽ കണ്ടായിരിക്കും, മറ്റേ റെയിൻ ഫൈറ്റ്, അതൊരു പുഷ്പ ഫസ്റ്റില് ഫൈറ്റ് പോലെ എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു. കൈ കെട്ടിയിട്ട് വായിട്ട് കത്തി മാത്രമായിട്ട് എക്സാക്ട് അത് തന്നെ. ആ ഓരോ കൈ മറ്റേ കയ്യിലൊക്കെ ഇട്ട് അഴിക്കുന്ന വരെ സെയിം സാധനം. കാരണം അത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം അല്ല, പുഷ്പക്കാട്ടി ബെറ്റർ ആയിട്ട് അല്ല, ഹനീഫ് അദേനിക്ക് ഇത് ഈ ജേണറിൽ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിലെ പടമെടുക്കാൻ പറ്റുള്ളൂ എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞത് പ്രശാന്ത് നീര് കരിപുരണ്ട യൂണിവേഴ്സ് എടുക്കുന്നതാണ്. ഹനീഫ് അദേനിക്ക് ഇമ്മാതിരി സാധനമൊക്കെ പക്കയായിട്ട് അല്ല, ഇത് മലയാള ഇൻഡസ്ട്രിയിൽ അനിവാര്യമായിരുന്നു ഇങ്ങനൊരു സാധനം. ഓക്കെ, അപ്പൊ അവസാനമായിട്ട് മെയിൻ ആയിട്ട് പറയാനുള്ളത്, നിങ്ങള് പൈസ കൊടുത്ത് കാണുന്നത് വർത്ത് ആയിരിക്കും. അതായത് നിങ്ങളുടെ ആക്ഷൻ ഫിലിമിന്റെ ഫാൻ ആണെന്നുണ്ടെങ്കിൽ മലയാളത്തില് ഇന്ന് വരെ ഇറങ്ങിയത് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് ഞാൻ പറയില്ല, നമ്പർ 1 ആക്ഷൻ മാസ് ഫിലിം എന്നേ ഞാൻ പറയൂ, മേക്കിംഗ് വൈസ് ആണെന്നുണ്ടെങ്കിൽ. സോ കാരണം എന്നത് കഥ ഡിമാൻഡ് ചെയ്ത്, ആക്ഷൻ കാണിക്കാൻ വേണ്ടി ഒരു കഥ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കഥ അവരെടുത്തിട്ടുണ്ട്. സോ അത്രേ ഉള്ളൂ, വലിയ കഥയൊന്നുമില്ല. ജസ്റ്റ് ഒരു പോയിന്റ് പറയുന്നത് കാരണം വെച്ചാൽ ഇപ്പൊ ഈ മാർക്കോയുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇയാൾ ഇത്ര ക്രിമിനലാണ്, ഇത്ര ബ്രൂട്ടലായിട്ടുള്ള ആളാണ് പണ്ടൊക്കെയുണ്ടല്ലോ. ഈ ഓപ്പോസിറ്റ് വില്ലന്മാർക്കുണ്ടല്ലോ ചില സമയങ്ങളിൽ ഇയാൾ ഒന്നും അല്ലാന്ന് തോന്നിപ്പോകുന്ന കുറെ സീൻസ് ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ സിനിമാറ്റിക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇയാൾ ഇത്രയും ടെററാന്ന് അറിയാം, എന്നാലും കുറെ സീനിനെ ചൂണ്ടിക്കാണിച്ച് ഓർമ്മയുണ്ടോ? മറ്റേ ഇൻഡോർ ഫൈറ്റിനൊക്കെ ലെവൽ അറിയാതെ പോകുന്നുണ്ട്. പുള്ളി മാർക്കോ എന്ന് പറയുന്ന ക്യാരക്ടർ ഇത്രയും ബ്രൂട്ടൽ ആണെങ്കിലും ഒരു പോയിന്റില് പുള്ളി ഒരു ഫാമിലി മാനാണ്. പുള്ളിക്ക് ഇമോഷൻസ് ഉണ്ട്, പുള്ളിക്ക് ബ്രേക്കപ്പ് സംഭവിക്കാം, പുള്ളിക്ക് ഇമോഷൻസ് ഉണ്ടാവാം, അങ്ങനെ കുറെ സാധനങ്ങളല്ലേ. അതിനെ കമ്പയർ ചെയ്ത് മാർക്കോ ചിലപ്പോ ട്രോളൊക്കെ ഇറങ്ങുമായിരിക്കും. ഫാമിലി മാൻ, മറ്റേ വിൻ ഡീസലിന്റെ മറ്റേ ഇതുണ്ടല്ലോ, അത്രയും പൊട്ടിയിരിക്കുന്നവന് ബ്രേക്കപ്പ് കൂടെ സംഭവിച്ച അവൻ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്ന അറിയിക്കുന്നതൊക്കെ. സോ നിങ്ങൾക്ക് ക്രിസ്മസിന് പൈസ കൊടുത്താൽ വസൂലാകും. 1, 2, 3 തവണ പോയി കാണാവുന്ന നമ്മളൊരു ക്യാരക്ടറിനെ അങ്ങോട്ട് എൻജോയ് ചെയ്ത് വരുമ്പോഴത്തേക്കും സോ ഒരു ബ്ലഡ് ബാത്ത് കഴിഞ്ഞിറങ്ങിയ ഒരു ഫീൽ ആയിരിക്കും നമുക്ക്. തീർച്ചയായിട്ടും മലയാളത്തിൽ നിങ്ങൾ ഇതുവരെ കണ്ടില്ല ഒരു പടം കാണണമെന്നുണ്ടെങ്കിൽ പോയി കാണുക. മാർക്കോ, ഡു വാച്ച് ഇൻ തിയേറ്റർ, മസ്റ്റ് വാച്ച്. സ്ക്രീന് പിന്നെ വിട്ടേക്കുക. സൗണ്ട് ഡിസൈൻ, നല്ല സൗണ്ട് ഡിസൈൻ ഉള്ള തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. സോ അത്രേ ഉള്ളൂ മാർക്കോയുടെ റിവ്യൂ. ബൈ ബൈ ബൈ.